ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഐ ആം സുജിത ശിവദാസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ. കമലാദാസ് എഴുതിയ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോവാണ്. കമലാദാസ്, കമലാസുരയ്യ, മാധവിക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന പോയറ്റാണ് കമലാദാസ്. ഇതിൻ്റെ ടൈറ്റിൽ ആൻ ഇൻട്രൊഡക്ഷൻ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. പക്ഷേ ഇതിൻ്റെ സബ് ടൈറ്റിൽ വരുന്നത് ദ വോയിസ് ഓഫ് ഇന്ത്യൻ ഫെമിനൈൻ കൺഫെഷൻ എന്നാണ്. അതായത് കൺഫെഷണൽ പോയറ്റ് ആണെന്ന് അറിയാം മാധവിക്കുട്ടി. കൺഫെഷണൽ പോയട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈല് നമ്മൾ പറയാൻ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് എഴുതാൻ ധൈര്യം കാണിച്ചവരാണ് കൺഫെഷണൽ പോയറ്റ്. ആ കൺഫെഷണൽ പോയട്രി എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നമ്മുടെ സിൽവിയ പ്ലാത്തൊക്കെ ഈ ഒരു കൺഫെഷണൽ പോയട്രിയിൽ പെടും. അതുപോലെ ഇതിൻ്റെ സിംബോളിക് ഇമേജ് പറയുമ്പോൾ മാധവിക്കുട്ടി തന്നെയാണ്. മാധവിക്കുട്ടി എന്ത് ചെയ്യാണ്? ഷീ ഈസ് ഇൻട്രൊഡ്യൂസിങ് ഹെർസെൽഫ്. അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ. അവളെ മാത്രമല്ല, അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ അവളുടെ ചുറ്റുമുള്ളവരെയും അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു പോയത്തിൽ. അപ്പോൾ ഇവിടെ കമലാദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് മാത്രമല്ല അതിൽ സിംബോളിക് ഇമേജായിട്ട് വരുന്നത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ മദർഹുഡ്, ഒരു ലൈക്ക് എ ഗുഡ് ഇന്ത്യൻ വിമൺ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഷീ ഈസ് ഫേമസ് ഫോർ ഹർ കൺഫെഷണൽ സ്റ്റൈൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കൺഫെഷണൽ സ്റ്റൈൽ എന്ന്. കീ വർക്ക്സ് പറയുന്നത് സമ്മർ ഇൻ കൽക്കട്ട, ദ ഡിസെൻഡൻസ്, മൈ സ്റ്റോറി, ഓട്ടോബയോഗ്രഫിയാണ്. ഇതിലിത് സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ളത് ഒരു പോയട്രി കളക്ഷനാണ്. ആ കളക്ഷൻ ഓഫ് പോയട്രിയിൽ ഉൾപ്പെടുന്ന ഒരു പോവാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോം. അതുപോലെ ഇതിൽ വരുന്ന മറ്റൊരു ലിറ്റററി വോയിസ് ആണ് ഐ. ഇറ്റ്സ് എ പവർഫുൾ ഇമേജ് ഐ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പോസ്ഡ് പ്രൈവറ്റ് ഫീമെയിൽ എക്സ്പീരിയൻസസ് ഇൻ പബ്ലിക് റൈറ്റിംഗ്, ചലഞ്ച് സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കൺഫെഷണൽ പോയട്രി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ ആഗ്രഹിക്കാത്ത, പുറത്തറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പബ്ലിക്കിന് മുൻപിൽ എഴുതി ഫലിപ്പിക്കുന്നതിനെ, തൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എഴുതാൻ ധൈര്യം കാണിക്കുന്നതിനെയാണ് അത് പറയാം. അപ്പോൾ അങ്ങനെ എഴുതിയ ആൾക്കാരാണ് ഇവരൊക്കെ. ചലഞ്ചഡ് സൊസൈറ്റൽ നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. നമുക്കറിയാം സൊസൈറ്റിയിൽ സൊസൈറ്റി ക്ലെയിം ചെയ്യുന്നുണ്ട് ഒരു ഗുഡ് വൈഫ് എങ്ങനെയായിരിക്കണം, ഒരു ഗുഡ് മദർ എങ്ങനെയായിരിക്കണം, ഗുഡ് ഡോട്ടർ എങ്ങനെയായിരിക്കണം, ഒരു ലേഡി, ഒരു വുമൻ, ഇന്ത്യൻ വുമൺ ഇങ്ങനെ ആയിരിക്കണം, ഇന്നത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്ന ആ ഒരു സൊസൈറ്റൽ നോംസിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു പോയത്തിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അവളുടെ എക്സ്പീരിയൻസ്, അവളുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് അത് തുറന്ന് കാട്ടുന്ന രീതിയിലാണ് ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോം. സോ ഇനി നമുക്ക് നമ്മുടെ പോത്തിലേക്ക് കിടക്കാം. അതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് മൊത്തം ഒരൊറ്റ സ്റ്റാൻസ മാത്രമേ ഉള്ളൂ, 60 ലൈൻസ് ആണുള്ളത്. അതേപോലെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1965 ഓൾറെഡി പറഞ്ഞതാണ്, സമ്മർ ഇൻ കൽക്കട്ട എന്നുള്ള പോയട്രി കളക്ഷനിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. I don't know politics, but I know the names of those in power and can repeat them like days of week or names of months. Beginning with Nehru, I am Indian, very brown, born in Malabar. ഇത്രയും നോക്കാം നമുക്ക് ആദ്യം എന്താ പറയണേന്ന്. ആദ്യം പറയുന്നു, ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് പൊളിറ്റിക്സ്. എന്താണ് പൊളിറ്റിക്സ് എന്നോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഐ നോ ഹൂസ് ഇൻ പവർ. ആരാണ് പവറിലെന്ന് എനിക്ക് മനസ്സിലാവും. ആൻഡ് ഐ നോ ഹൂ വാസ് ഇൻ പവർ. ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നും എനിക്ക് പറയാൻ കഴിയും. ഫ്രം നെഹ്റു. ഓരോ പേരും ആസ് എ വീക്ക് നെയിംസ് അല്ലെങ്കിൽ ഡേയ്സ് നെയിം, മന്ത് നെയിം പോലെ എനിക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ പറയണ പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രൈം മിനിസ്റ്ററുടെയും ആരൊക്കെ പവറിലിരുന്നോ അവരുടെയൊക്കെ പേര് എനിക്ക് പറയാൻ കഴിയും. ബിക്കോസ് ഓഫ് ദ ഓവർവെൽമിങ് പവർ ഓഫ് ദം. അവരുടെ ആ ഒരു ഓവർവെൽമിങ് പവർ കൊണ്ട് എനിക്കത് അവരുടെയൊക്കെ എല്ലാവർക്കും അറിയാം. എനിക്ക് മാത്രമല്ല, ഐ ആം എൻ ഇന്ത്യൻ. ഞാനൊരു ഇന്ത്യനാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം ആരാണ് പവറിലെന്ന്. അവർക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ്? അതെല്ലാം പുരുഷന്മാരാണ്. അതെന്താണ്? അത് അവരുടെ ആ ഒരു ഓവർവെൽമിങ് പവർ കൊണ്ടാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമലാദാസ് പറയുന്നത് അവരെയൊക്കെ ഇവർക്കറിയാം, പക്ഷേ ഇവർക്കറിയില്ല. ഷീ ഡോണ്ട് നോ ഹൂ ഇസ് ഷീ. ഷീ ഡോണ്ട് നോ ഹെർ ഐഡൻറ്റിറ്റി. അവളുടെ ഐഡൻറ്റിറ്റിയെ പറ്റി അവർക്കറിയില്ല. അതാണ് ഇവിടെ കാണിക്കുന്ന ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് ബട്ട് ഐ നോ ദ നെയിംസ് ഓഫ് ഹൂസ് ഇൻ പവർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ലൈന്, ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ. അത് പറഞ്ഞില്ലേ അല്ലേ? ഞാൻ മലബാറിലാണ് ജനിച്ചിട്ടുള്ളത് എന്നും ഞാൻ ബ്രൗൺ സ്കിൻഡ് ആണെന്നും പറഞ്ഞു വയ്ക്കുന്നു. ദെൻ അടുത്തതിലേക്ക് കിടക്കുമ്പോൾ, ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റ് ഇൻ 2, ഡ്രീം ഇൻ 1. എനിക്ക് 3 ലാംഗ്വേജ് അറിയാം. 2 എണ്ണം ഞാൻ എഴുതും, ഒരെണ്ണത്തിൽ ഞാൻ സ്വപ്നം കാണും. ഏതായിരിക്കും ആ ലാംഗ്വേജ്? സ്വപ്നം കാണുന്ന ലാംഗ്വേജ്. നമുക്ക് എല്ലാവർക്കും ഒരു ലാംഗ്വേജിൽ സ്വപ്നം കാണാൻ അറിയുള്ളൂ. ദാറ്റ് ഇസ് അവർ മദർ ടങ്. സോ എന്ത് ചെയ്യും? അവൾ 2 എണ്ണത്തിൽ എഴുതും, ഒരെണ്ണത്തിൽ സ്വപ്നം കാണും. സിറ്റിംഗ് ലൈൻ നോക്കി. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ്. ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. Why not leave me alone? Critics, friends, visiting cousins, every one of you.
Why not let me speak in any language I like? The language I speak becomes mine. Its distortions, its queernessness, all mine, mine alone. It is half English, half Indian, funny perhaps, but it is honest. It is as human as I am human. Don't you see? It voices my joys, my longings, my hopes, and it is useful to me as coin. നോക്കാം, ലാസ്റ്റത്തെ ലൈന് വേണ്ട, അതിന് മുൻപ് വരെ നോക്കാം നമുക്ക്. എന്താ പറയുന്നത്? ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എഴുതരുത്. അവർ പറഞ്ഞു. ആരാ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഇസ് നോട്ട് യുവർ മദർ ടങ്. അത് എൻ്റെ മദർ ടങ് അല്ല. സോ യു ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ആരൊക്കെ പറഞ്ഞു നോക്കാം? ക്രിട്ടിക്സ്, അതേപോലെ ഫ്രണ്ട്സ്, കസിൻസ്, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു യു ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നു. അപ്പം ഇവർ ചോദിക്കുകയാണ്, വൈ ആർ യു നോട്ട് ലീവിങ് മീ എലോൺ? എന്താണ് എന്നെ നിങ്ങൾ വെറുതെ വിടാത്തത്? ഞാൻ എൻ്റെ ലാംഗ്വേജാണ് ഞാൻ പറയുന്നത്. ഐ ആം സ്പീക്കിംഗ്, ദാറ്റ് ഇസ് മൈ ലാംഗ്വേജ്. ഞാൻ എന്താണോ സംസാരിക്കുന്നത് ദാറ്റ് ഇസ് മൈ ലാംഗ്വേജ്. എന്താണ് നിങ്ങൾ അതിൽ ജഡ്ജ് ചെയ്യുന്നത്? എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താ? ദാറ്റ് ഇസ് മൈ ലാംഗ്വേജ്. അതിൽ മേ ബി എന്തുണ്ടായിരിക്കുക, സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം നിങ്ങൾക്ക്, പക്ഷേ അത് എൻ്റെ ലാംഗ്വേജ്. ബിക്കോസ് ഓരോ പേഴ്സണും ഓരോ ഇൻഡിവിജ്വലും സംസാരിക്കുന്ന ഭാഷ ഓരോ തരത്തിലാണ്. ആസ് പാരോൾ എന്ന് പറയില്ലേ നമ്മൾ, സ്ട്രക്ചറലിസത്തിൽ നമ്മൾ പറയും പാരോൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ആ വാക്ക് പോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ പേഴ്സണും അവരവരുടേതായിട്ടുള്ള സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ യൂസേജ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. അതാണ് എൻ്റെ ലാംഗ്വേജ്. ദാറ്റ് മേ ബി ദ ഹാഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കാം, പക്ഷെ അത് എൻ്റെ ഇംഗ്ലീഷാണ്. എൻ്റെ ഇംഗ്ലീഷാണത്. അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വൈ ആർ യു നോട്ട് ലീവിങ് മീ അലോൺ? എന്തുകൊണ്ട് എന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടാത്തത്? ഇങ്ങനെ എന്തിനാ എന്നെ ഹോണ്ട് ചെയ്യുന്നത്? എഴുതരുത് എന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്നെ ഹോണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ആര്? കമലാദാസ്. ആരോടാ ചോദിക്കുന്നത്? ഹൂ ആർ സേയിങ് ടു ഹെർ ദാറ്റ് ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത്, ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം ഹ്യൂമൻ. ഇത് എന്താണ്? ഇത് ഹ്യൂമൻ നേച്ചറാണ്. എന്ത്? അങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. യു സി, എന്താ പറയുന്നത്? ഇറ്റ് വോയിസസ് മൈ ജോയ്സ്, മൈ ലോങ്ങിങ്സ്, മൈ ഹോപ്പ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മീ ആസ് കോയിൻ ഈസ് ടു ക്രോസ് or roar into the lines. It is human speech, the speech of the mind that is here and not there. A mind that sees and hears and is aware, not the deaf, blind speech of trees in storm or of monsoon cloud of rain or the incoherent muttering of the blazing funeral pyre. ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇത്ര നേരം അവളുടെ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞു. ദാറ്റ് മേ ബി ദ മിക്സഡ് ഇംഗ്ലീഷ് ആയിരിക്കാം, ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കാം. വെൻ യു ആർ ഹിയറിങ് മൈ ലാംഗ്വേജ് യു മേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ ഹ്യൂമർ. പക്ഷേ ഫാക്ട് ഇതാണ്. ഹോണസ്റ്റ്ലി ഇവർ പറയുകയാണ് എന്ത്, മേ ബി യു മേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ ഹ്യൂമർ, പക്ഷേ എനിക്കത് പ്രയോഗിക്കാതിരിക്കാൻ, ഐ കാൺട്ട് സ്റ്റോപ്പ് ദ യൂസേജ് ഓഫ് മൈ ലാംഗ്വേജ്. എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ കാരണം ഇതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് അവൾക്ക് വേറെ ഒരു ഭാഗത്ത് ഒരു അതോറിറ്റി ഇല്ല. അപ്പോൾ ഈവൻ എൻ്റെ വോയിസിന് പോലും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പോലും മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. ആ ഒരു ഫ്രീഡം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻസൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ആ ലാംഗ്വേജിനെ പറ്റി പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് എ റെസ്പോൺഡ്ലെസ്. ഒരു റെസ്പോൺസും കിട്ടാത്ത ഒരു ലാംഗ്വേജ് അല്ല എൻ്റെ ലാംഗ്വേജ്. ആസ് ലൈക്ക് ഒരു ഫ്യൂണറൽ പയറിൻ്റെ ആ സ്ഥലത്ത് ബ്ലേസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മൗൺസൂൺ ക്ലൗഡിനെ പോലെ, ഒരു സ്റ്റോമിൽ ട്രീസ് ആടുന്നത് പോലെ വേറൊരാൾ റെസ്പോണ്ട് ചെയ്യാത്തൊരു ലാംഗ്വേജ് അല്ല എൻ്റെ. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതെന്താണ്? അപ്പോൾ സോ ഇറ്റ് ഈസ് എ ലാംഗ്വേജ്, ഇറ്റ്സ് എ ഹ്യൂമൻ ലാംഗ്വേജ്. മറ്റൊരു മനുഷ്യനെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഐ വിൽ സ്പീക്ക് ഔട്ട്, ഐ വിൽ റൈറ്റ് ഡൗൺ എന്നാണ് ആര് പറയുന്നത്? കമലാദാസ് പറയുന്നത്. ഇനിയുള്ളത് നോക്കിയേ. ഐ വാസ് ചൈൽഡ് and later they told me I grew. Before I became tall, my limbs swelled and one or two places sprouted hair. When I asked for love, not knowing what else to ask for, he drew a youth of 16 into bedroom and closed the door. He did not beat me, but my sad woman body felt so beaten. The weight of my breast and womb crushed me. I shrank pitifully. ഇതുവരെയുള്ള നോക്കാം. ഇത് പറയുന്നത് ആ ഒരു യാത്ര, അവളുടെ ലൈഫിൻ്റെ യാത്രയെ പറ്റി പറയാം. ഐ വാസ് ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നു. പിന്നീട് എന്തായി? ഐ ഹാഡ് ഗ്രോൺ അപ്പ്, ഞാൻ വളർന്നു എന്ന്
അവളായിട്ട് മനസ്സിലാക്കിയില്ല. ഷീ ഡിഡിൻ റിയലൈസ് ദാറ്റ് ഷീ ഈസ് ഗ്രോൺ അപ്പ്. എങ്ങനെ മനസ്സിലാക്കിയേ? അതേഴ്സ്, അവരുടെ ചുറ്റുപാടുമുള്ള ആ കമലാദാസിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ പറഞ്ഞു, യു ഗ്രോപ്പ്, നീ എന്ത് ചെയ്തിരുന്നു, നീ വളർന്നിരിക്കുന്നു എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾ തോന്നിയത്, ഐ ബിക്കേം ടോൾ, ഞാൻ ഉയരാൻ വെച്ചിരിക്കുന്നു. ആൻഡ് 1 or 2 പ്ലേസ് ദർ ഇസ് സ്പ്രൗട്ടഡ് ഹെയർ, കുറച്ചൊക്കെ ഹെയർ സ്പ്രൗട്ട് ചെയ്തിരിക്കുന്നു അവിടെയും ഇവിടെയും. അതുപോലെ തന്നെ സ്വെൽഡ്, കുറച്ചൊക്കെ വീർത്തിരിക്കുന്നു അവിടെയും ഇവിടെയും. വെൻ ഐ ആസ്ക്ഡ് ഫോർ ലവ്, ഞാൻ അങ്ങനെ വളർന്നപ്പോൾ വെൻ ഐ ആസ്ക്ഡ് ഫോർ ലവ്, ഞാൻ സ്നേഹത്തിന് വേണ്ടി യാചിച്ച സമയത്ത്, നോട്ട് നോയിങ് വാട്ട് എൽസ് ടു ആസ്ക് ഫോർ, ഹി ഡ്രൂ എ യൂത്ത് ഓഫ് 16 ഇൻ ടു എ ബെഡ്റൂം. ഇവിടെ പറയുന്നത് 16 ഏജ് ഓഫ് മാരേജ്, അവരുടെ ഒരു 16-ാമത്തെ വയസ്സിലായിരുന്നു ആ മാരേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 16 ഡ്രൂ ടു എ ബെഡ്റൂം ആൻഡ് ക്ലോസ്ഡ് ദ ഡോർ. എന്ത് ചെയ്തു? ഡോർ ക്ലോസ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹം അവളെ അടിച്ചില്ല, ബട്ട് ഷീ ഫെൽഡ് ലൈക്ക് ദാറ്റ്, അവൾ അടിക്കപ്പെട്ട പോലെ അവൾക്ക് ഫീൽ ചെയ്തു. എവിടെയൊക്കെ? അവളുടെ വെയിറ്റ് ഓഫ് ബ്രസ്റ്റും വെയിറ്റ് ഓഫ് യൂട്രസൊക്കെ എന്ത് ചെയ്തു? അങ്ങനെ ക്രഷായി പോയി, അങ്ങനെ ചതഞ്ഞരഞ്ഞു പോയി എന്ന് ആര് പറയാണ്? കമലാദാസ് പറയാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഐ ഷ്രാങ്ക് പിറ്റിഫുള്ളി, ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി എന്ന് പറയാണ്. ദെൻ ഐ വോർ എ ഷർട്ട് ആൻഡ് മൈ ബ്രദേഴ്സ് ട്രൗസേഴ്സ്, കട്ട് മൈ ഹെയർ ഷോർട്ട് ആൻഡ് ഇഗ്നോർ മൈ വുമൻലിനെസ്. എന്താ പറയുന്നത്? അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്തു? ഐ സ്റ്റാർട്ടഡ് ടു വെയർ മൈ ബ്രദേഴ്സ് ഡ്രസ്. എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. ടു ഹൈഡ് മൈ വുമൻലിനെസ്, എൻ്റെ സ്ത്രീത്വത്തെ മറയ്ക്കാൻ വേണ്ടി, ഞാനൊരു സ്ത്രീ അല്ലാന്ന് എനിക്ക് തന്നെ തോന്നാൻ വേണ്ടി, പുറത്തുള്ളവർക്കും എനിക്കും തോന്നാൻ വേണ്ടി ഞാൻ ഐ ഹാഡ് കട്ട് മൈ ഹെയർ ആൻഡ് യൂസ്ഡ് മൈ ബ്രദേഴ്സ് ഡ്രസ്, ട്രൗസേഴ്സും അതൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതാ പറയുന്നത്. ഇങ്ങനെ ബ്രദറിൻ്റെ ഷർട്ടും ഇങ്ങനെയൊക്കെ ഇട്ടാലെങ്കിലും ആ ഒരു പ്രഷറിൽ നിന്ന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് ചാടാൻ പറ്റുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. കാരണം ആ ഒരു ബോഡി, ആ വുമൻ ബോഡി ആയിരുന്നു അവൾക്ക് ഈ ഒരു ഫെയ്റ്റ്, ഈ ഒരു പ്ലേസിലേക്ക് അവളെ കൊണ്ടുവന്ന് നിർത്തിയത്, ഈ ഒരു ബെഡ്റൂമിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് അവളെ നിർത്താനുള്ള കാരണം അവളുടെ ഫീമെയിൽ ബോഡിയാണ്. അവളെപ്പോഴും അവളുടെ ഫീമെയിൽ ബോഡിയെ പോലെ, പ്രത്യേകിച്ച് ബോംബിനെയും ബ്രസ്റ്റിനെയും അവൾ ബ്ലെയിം ചെയ്തിരുന്നു ബിക്കോസ് ഓഫ് ദിസ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാരണം ആ ഒരു മിയർ ബോഡിയാണെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ബ്രദറിൻ്റെ ഡ്രസ്സും എല്ലാം ഇട്ട് പ്രിറ്റൻഡ് ചെയ്യാനുള്ള കാരണം. ദെൻ പിന്നെ പറയുന്നു, ഡ്രസ് ഇൻ സാരീസ്, ബി ഗേൾ, ബി വൈഫ്, ദി സെഡ്, ബി എംബ്രോയിഡറർ, ബി കുക്ക്, ബി എ ക്വാറലർ വിത്ത് servants, fit in, belong, tried the categorizers, don't sit on walls or peep in through our lace draped windows. ഇവിടെ പറയുന്നത്, ബ്രദറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയ സമയത്ത് ഷീ ഹാഡ് ടു ഫേസ് മെനി കമാൻഡ്സ് ലൈക്ക് യു ഷുഡ് ഡ്രസ് സാരി. അതേപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്? ബി എ ഗേൾ, എന്ത് ചെയ്യണം? ഒരു പെണ്ണായിട്ട് നടക്കുക, ഒരു ഭാര്യയായിട്ട് നടക്കുക. ദേ സൈഡ് അവർ പറഞ്ഞു, ബി എംബ്രോയിഡറർ, ഒന്നുമില്ലെങ്കിൽ ഒരു എംബ്രോയിഡറർ ആവുക, അല്ലെങ്കിൽ ഒരു കുക്കാവുക, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള വേലക്കാരോട് അരിശം കാണിക്കുന്ന അങ്ങനെയാവുക. അതാണ് നിൻ്റെ വേഷം, അതാണ് നീ അങ്ങനെയാണ് ആവേണ്ടത്. ദാറ്റ് വിൽ ബി ഫിറ്റ് ടു യു, എങ്ങനെ നിന്നെ അതിൽ ഫിറ്റ് ആയിരിക്കും എന്ന് പറയണം. ബിലോങ്, ട്രൈഡ് ദ കാറ്റഗറൈസേഴ്സ്, ഡോണ്ട് സിറ്റ് ഓൺ വാൾസ് ഓർ പീപ്പ് ഇൻ ത്രൂ അവർ ലേസ് ഡ്രൈബ്ഡ് വിൻഡോസ്. എന്താ ഇതിൻ്റെ മുകളിൽ, മതിലിൻ്റെ മുകളിൽ കയറി ഇരിക്കണ്ട, അതുപോലെ ഇത് കൂടെ പീപ്പ് ചെയ്യണ്ട, ഒളിഞ്ഞു നോക്കണ്ട. ബി ആമി ഓർ ബി കമല ഓർ ബെറ്റർ സ്റ്റിൽ ബി മാധവിക്കുട്ടി. നിനക്ക് ആമി ആയിക്കൂടെ, അല്ലെങ്കിൽ കമല ആയിക്കൂടെ, ഒന്നും വേണ്ട, ആ മാധവിക്കുട്ടിയെങ്കിലും ഒന്ന് ആയിക്കൂടെ എന്നാ ചോദിക്കും. വിച്ച് മീൻസ് ഇവിടെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെയിം ഓഫ് എ ഫീമെയിൽ. നീ എന്തായി മാറണം? ആസ് എ നോർമൽ ഫീമെയിലായി മാറണം. ഡോണ്ട് പ്രിറ്റൻഡ് ബി ആസ് എ എന്താവരുത്? മെയിലാവരുത്, മെയിലായിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ നടക്കരുത് എന്ന് ആര് പറയാണ്? അവളുടെ ചുറ്റുമുള്ള ആൾക്കാർ കമാൻഡ് ചെയ്യാണ്. ആരോട്? കമലാദാസിനോട്. Then next, choose a name, a role. Don't play pretending games. Don't play at schizophrenia or be a nympho. Don't try embarrassingly loud when jilted in love. എന്താ പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിൽ മാധവിക്കുട്ടിയെങ്കിലും ആവുക. ചൂസ് എ നെയിം, ഏതെങ്കിലും ഒരു പേര് സ്വീകരിക്കുക. ഇങ്ങനെ കിടന്ന് കളിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണെന്ന് പറഞ്ഞിട്ട് മാറി മാറി കളിക്കേണ്ട, ഏതെങ്കിലും ഒന്നാവുക. അതും എന്താവണം? വിൽ ബി എ എന്താവണം? ഫീമെയിൽ നെയിം ആവണം. ഡോണ്ട് പ്ലേ പ്രിറ്റൻഡിങ് ഗെയിംസ്. വെറുതെ ഇങ്ങനെ ആൾമാറാട്ടം അല്ലെങ്കിൽ ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യണ്ട, ആസ് എ മെയിലായിട്ട് കാണിച്ചു കൂട്ടണ്ട എന്ന് പറയണം. ഡോണ്ട് പ്ലേ അറ്റ് ഷിസോഫ്രീനിയ ഓർ ബി എ നിംഫോ. ഒരു ഷിസോഫ്രീനിയെ പോലെ പെരുമാറണം. ഷിസോഫ്രീനിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെൻ്റൽ ഡിസോർഡർ ആണ്.
മീൻസ് ഭ്രാന്തി ആവരുത് എന്ന് പറയാണ്. അതുപോലെ നിംഫോ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? പീപ്പ് ഇൻ ടു അവർ റിലീസ്ഡ് കാറ്റെന്നോ പറഞ്ഞില്ലേ, അതായത് ഒളിഞ്ഞു നോക്കണ്ടെന്ന് പറയുന്നില്ലേ, ഡോൺ ബി എൽ നിംഫോ എന്ന് പറയുന്നത് ഹൂ നീഡ്സ് മോർ സെക്സ് അല്ലെങ്കിൽ ഡിസയർ ഓൺ സെക്സ്, ഓവർ ഡിസയർ ഓൺ സെക്സ്, അങ്ങനെയുള്ളവരെയാണ് നിംഫോ എന്ന് പറയാം. അങ്ങനെ ആവരുത് എന്ന് പറയാണ്. ഡോൺ ക്രൈ എംപറൈസിംഗ്ലി ലൗഡ് ബാൻ ജിൽറ്റഡ് ഇൻ ലവ്, ആരെങ്കിലും തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കാറണ്ട എന്ന് പറയാം. I met a man, loved him, called him not by any name. He is a very man who wants a woman, just as I am a very woman who seeks love. ഞാനൊരാളെ കണ്ടുമുട്ടി, ഞാൻ അവനെ സ്നേഹിച്ചു. കോൾ ഹിം നോട്ട് ബൈ എനി നെയിം, പക്ഷെ ഞാൻ അവനെ ഒരു പേരിട്ട് വിളിച്ചില്ല. ഹീ ഈസ് എവറി മാൻ. അവന് എന്തായിരുന്നു ഇവിടെ സിംപ്ലൈസ് ചെയ്യുന്നത്? ഹീ സിംപ്ലൈസിങ് എ മാൻ വിച്ച് ഈസ് സിംപ്ലൈസിങ് എവറി മാൻ, എല്ലാ മാനിനെയും ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു മാനിനെ കൊടുക്കുന്നു. ഹൂ വാണ്ട്സ്, എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പോലെ ഒരു മാൻ. ജസ്റ്റ് ആസ് ഐ എം എവറി വുമൻ ഹൂ സീക്സ് ലവ്, എല്ലാവരെയും പോലെ ഞാനും സ്നേഹം ആഗ്രഹിച്ചിരുന്ന അങ്ങനെ ഒരു മനുഷ്യനെ ഞാനും കണ്ടുമുട്ടി. ഇൻ ഹിം ദ ഹംഗ്രി ഹേസ് ഓഫ് റിവേഴ്സ്, ഇൻ മീ ദ ഓഷ്യൻസ് ടയർലെസ് വെയിറ്റിംഗ്. എന്തായിരുന്നത്? നല്ല സ്പീഡിൽ ഒഴുകിപ്പോകുന്ന പുഴയായിരുന്നു ആര്? അവൻ എന്തായിരുന്നു? അങ്ങനെ ഒഴുകിപ്പോകുന്ന പുഴയായിരുന്നു. ഞാൻ എന്തായിരുന്നു? ഇങ്ങനെ ഹംഗ്രി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല, ഹംഗ്രി ആയിട്ടുള്ള റിവർ ആരാണ്? അദ്ദേഹമാണ്. ഓഷ്യൻ ടയർലെസ് വെയിറ്റിംഗ്, ഒരു എത്ര കാലം വേണേലും കാത്തിരിക്കാമെന്ന് കാത്തിരിക്കുന്ന ഒരു ഓഷ്യനുമായിരുന്നു ഞാൻ. അങ്ങനെ അത് മനസ്സിലായല്ലോ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി. ഹൂ ആർ യു? ഐ ആസ്ക്ഡ് ഈച്ച് ആൻഡ് എവരി മാൻ. ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു. വെയിറ്റിംഗ് ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു, ആരാ ചോദിച്ചു. ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഐ. എല്ലാവരും പറഞ്ഞ ആൻസർ ഇതായിരുന്നു, ഐ. എല്ലാ പുരുഷന്മാരും പറഞ്ഞ ആൻസർ എന്തായിരുന്നു? ഐ, ഞാനാണ്. എനിവേർ ആൻഡ് എവരിവേർ ഐ സീ ദ വൺ ഹൂ കോൾസ് ഹിംസെൽഫ് ഐ. എല്ലായിടത്തും ഞാൻ കണ്ടത് അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് കമലാദാസ് സ്റ്റിൽ ഡിഡൻറ്റ് റിയലൈസ് വാട്ട് ഇസ് ഹെർ ഐഡൻറ്റിറ്റി, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെല്ലാം പറയുന്നത് എന്താണ്? ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ഐ. അവർക്കെല്ലാം അവരെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്, അവർക്ക് അവരുടേതായ അതോറിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. ബട്ട് ഷീ ഡിഡ്ന്റ്. പിന്നെ പറയുന്നു, ഹീ ഈസ് ടൈറ്റ്ലി പാക്ഡ് ലൈക്ക് ദ സ്വാർഡ് ഇൻ ഇറ്റ്സ് ഷീത്ത്. ഇറ്റ് ഈസ് ഐ ഹൂ ഡ്രിങ്ക് എ lonely drinks at 12 midnight in hotels of strange towns. It is I who love. It is I who make love and then feel shame. ഇവിടെ പറയുന്നത് ആ ഐ എന്ന് പറയുന്നത് ആരാണോ, എല്ലാ പുരുഷന്മാരെയാണ് ഇവിടെ ഐ എന്ന് കാണിക്കുന്നത്. ഐ എന്താ പറയുന്നത്? അത് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്, അതിനെ ആ ഒരു ഐയെ ഇവിടെ കാണിക്കുന്നത് ഏത് ഇമേജിലൂടെയാണ്? സോഡ് ഇൻ ഇറ്റ്സ് ഷീത്ത്. നമ്മൾ ഈ വാളുറല്ലേ, വാള് വെക്കുന്ന ആ ഉറ, അതിൽ ആ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ആ വാളിന് കയറാനുള്ള അത്രയും സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് ആര്? നമ്മുടെ മാൻ എന്ന് പറയുന്നത്. ഇവിടെ അതിനൊക്കെ ഒരുപാട് മീനിങ് വരുന്നുണ്ട്. വാളിൻ്റെ ഒറ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത്, ഇറ്റ് ഈസ് ഐ ഹൂ ഡ്രിങ്ക് ലോൺലി ഡ്രിങ്ക്സ് അറ്റ് 12. പാതിരാത്രി കള്ള് കുടിച്ച് മത്തനാവാനും, അതുപോലെ ഇൻ ഹോട്ടൽസ് ഓഫ് സ്ട്രേഞ്ച് ടൗൺസ്, ഏതെങ്കിലും അറിയാത്ത ഹോട്ടലിൽ പോയി ഇരിക്കാനും. ഇറ്റ് ഈസ് ഐ ഹൂ ലവ്, എങ്ങനെ പൊട്ടിച്ചിരിക്കാനും. ഇറ്റ് ഈസ് ഐ ഹൂ മേക്ക് ലവ് ആൻഡ് ദെൻ ഫീൽ ഷെയിം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് ഏത് പാതിരാത്രി വേണമെങ്കിലും കുടിച്ച് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ പോയിട്ട് പൊട്ടിച്ചിരിക്കാനും കഴിയും. അതുപോലെ ഹി കുഡ് മേക്ക് ലവ് വിത്ത് എനി വൺ, ഇവിടെ ആരുമായിട്ടും ലവ് മേക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഐ who make love and then feel shame. It is I who lie dying with a rattle in my throat. I am sinner, I am saint, I am the beloved and the betrayed. I have no joys that are not yours, no aches which are not yours. I too call myself I. ഇവിടെ ലാസ്റ്റിക്ക് എത്തുമ്പോൾ ഈ ഐ പറഞ്ഞിട്ട് ലാസ്റ്റിക്ക് എത്തുമ്പോൾ ഐ ആരായി മാറുന്നുണ്ട്? കമലാദാസായി മാറുന്നുണ്ട്. നോക്കിയോക്കിയേ, ഐ ആം സിന്നർ, ഞാനൊരു പാപിയാകുന്നു. ഐ ആം സെയിൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്താവുന്നു? ഞാനൊരു സന്യാസി ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ളൊരു ആളായി മാറുന്നു. ഐ ആം ദ ബിലവ്ഡ്, ഞാനാണ് സ്നേഹിക്കപ്പെട്ട ആൾ. ആൻഡ് ദ ബീട്രേഡ്, അതിൻ്റെ കൂടെ തന്നെ ചതിക്കപ്പെട്ടയാളും ഞാൻ തന്നെയാണ്. ഐ ഹാവ് നോ ജോയ്സ് ദാറ്റ് ആർ നോട്ട് യുവേഴ്സ്, എനിക്ക് എൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളില്ല. ഐ ഹാവ് നോ ജോയ്സ് ദാറ്റ് ആർ നോട്ട് യുവേഴ്സ്, അത് നിങ്ങളുടെ അല്ല. നോ ഏക്സ് വിച്ച് ആർ നോട്ട് യുവേഴ്സ്, ഒരു വേദനയുമില്ല, അത് നിങ്ങളുടെ അല്ല.
ഐ ടു കോൾ മൈസെൽഫ് ഐ. എന്താണ് ഞാനും എന്നെ വിളിക്കുന്നത് ഇപ്പോൾ ഐ എന്നാണ്. ഇവിടെ ഇതൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്, ഐ ആം ദ ബിലവ്ഡ് ആൻഡ് ദ ബീട്രേഡ് എന്നുള്ളത്. ഒരു ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഒരില ഫുൾ കംപ്ലീറ്റ് സിന്നറും ഉണ്ടാവില്ല, കംപ്ലീറ്റ് സെയിനും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ബിലവ്ഡും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ബീട്രയലും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത്. അത് അവൾക്ക് മനസ്സിലായി. ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാം ചേർന്നതാണ് എന്ന് മനസ്സിലായി എന്നത് കാണിക്കാൻ വേണ്ടി കൂടിയാണ് അവസാനത്തേക്ക് എന്ത് വന്നിരിക്കുന്നത്, ഐ ടു കോൾ മൈസെൽഫ് ഐ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു പോം. കുറച്ച് ലെങ്തി ആയി മാറി, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ.